എന്റെ സിനിമ എന്ന് പറഞ്ഞാല് 2006 ഇറങ്ങിയ നമ്മുടെ ജീവിയും സംവിധാനം ചെയ്ത ഉലകനായകൻ ഇപ്പൊ പറയാൻ പറ്റില്ല, വിൻവീഴ് നായകൻ കമലഹാസൻ അഭിനയിച്ച വേട്ടയാട് വിളയാടുന്ന സിനിമയാണ്. ഒരു സിനിമയാണ്. സീരിയൽ കില്ലിങ് എന്താണെന്ന്, അല്ലെങ്കിൽ സീരിയൽ കില്ലേഴ്സ് ആരാണെന്ന് പോലും അറിയാത്ത സമയത്താണ് ഞാനത് കണ്ടത്. ആ പ്രായത്തിലാണ് ഞാൻ ആ സിനിമ കാണുന്നത്. അപ്പോഴും എൻജോയ് ചെയ്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് എൻജോയ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് സീരിയൽ കില്ലറുടെ എടുത്താലും അവർക്കൊരു പ്രത്യേക മോട്ടീവ് ഉണ്ടാവും. ഒരു 90% ആൾക്കാർക്ക് ഒരു മോട്ടീവ് ഉണ്ടാവും. അവർക്ക് ചെയ്യേണ്ട ഒരു ഇത് പേഴ്സണൽ റിവെഞ്ചും ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു മോട്ടീവ് ഉണ്ടാവും. ആ മോട്ടീവ് കൃത്യമായിട്ട് കാണിച്ചിട്ട് ഒരു ഒരു എന്താ പറയാ, ഒരു ചെയിൻ പോലെ ആൾക്കാരെ കൊല്ലുക, അതും പല പല റീജിയനിൽ കൊല്ലുക, അത് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അതായിട്ടാണ് കമലഹാസൻ വരുന്നത്. 2 ഡിവോഴ്സ് ആണ് കൊല്ലുന്നത്, 2 ആൾക്കാരാണ്. അവർ രണ്ടുപേരും കൂടി സ്ത്രീകളെ സെലക്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പൊ രാക്ഷസിൽ പറഞ്ഞ പോലെ ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ കൊല്ലുന്നത് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പോലീസുകാരെ കളിപ്പിക്കുക എന്നുള്ള ഒരു മൂടാണ്. അതുപോലെ അതായത് പോലീസുകാരെ കളിപ്പിക്കുക എന്ന് പറയുന്ന വെച്ചാല്, ഇപ്പൊ ഒരു സ്ത്രീനെ കൊന്നു കഴിഞ്ഞാൽ അവളുടെ വിരൽ എടുത്തിട്ട് മുറിച്ച് അവരെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ ടോർച്ചർ ചെയ്തൊരു സൈക്കോ രീതിയിലുള്ള ഇതാണ് അവർ കാണിക്കുന്നത്. ത്രൂ ഔട്ട് പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമലഹാസൻ ഓഫ് കോഴ്സ് പറയണം, പക്ഷെ അതിനേക്കാളും എനിക്ക് ഒരുപാട് മുമ്പിലായിട്ട് തോന്നിയത് ഡാനിയൽ ബാലാജിയുടെ റോളാണ്. വില്ലനായിട്ട് അഭിനയിച്ചു അടിപൊളിയാണ്. ആ മുദ്ദവനാണ് തോന്നുന്നു ക്യാരക്ടറിന്റെ, ഡോക്ടറാണ് ആ പുള്ളിയാണ് ഇതില് മെയിൻ വില്ലനായിട്ട് വരുന്നത്. അവർ രണ്ടുപേരും മറ്റേ ക്യാരക്ടർ പുള്ളിയുടെ എനിക്ക് പേരാണ് സലീം എന്നാണ് പേര്, ഞാൻ ഓർക്കുന്നില്ല. അവർ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഇതിന്റെ പ്രത്യേകത തോന്നിയതുണ്ട്, ആ സമയത്ത് ഹോമോസെക്ഷുവാലിറ്റി അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു സാധനം തൊട്ട് നല്ലോണം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ അത് കൊണ്ടുവന്ന് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജ്യോതികക്ക് വലിയ റോളില്ല പടത്തിൽ, സ്റ്റിൽ നല്ല ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻലി സംഭവം ഇത് സീരിയൽ കില്ലിങ്ങിന്റെ ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നല്ല എൻഗേജിങ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നതും. അതും ക്രൈംസ് ഒന്നും ഇങ്ങനെ എന്താ പറയാ കാണിക്കാൻ വേണ്ടി കാണിക്കാനല്ലാതെ നാച്ചുറൽ ആയിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡോക്യുമെന്ററി ഫീൽ ആയിരിക്കും. കമലഹാസന്റെ ഒരു ഡോക്യുമെന്ററി എങ്ങനെ ഉണ്ടാവും, ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷിക്കുന്ന ഒരു ഡോക്യുമെന്ററി എടുത്ത് അതേപോലെ ആയിരിക്കും ചെയ്തു വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.